ആളും ആരവങ്ങളും ഇല്ലാതെ ഋഷഭവാഹനം എഴുന്നള്ളത് ഭക്തിസാന്ദ്രമായ ചടങ്ങുകൾ മാത്രമായി നടന്നു. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമിയുടെ 7ാം ഉത്സവ ദിവസം രാത്രി നടക്കുന്ന ഭക്തി നിർഭരമായ ചടങ്ങാണ് ഋഷഭവാഹനം എഴുന്നള്ളത്ത്. ഭക്തിയും ആചാര അനുഷ്ഠാനങ്ങളും കാത്തുസൂക്ഷിച്ച് കോവിഡ് പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇക്കുറി ഋഷഭവാഹന എഴുന്നള്ളത്ത് നടന്നത്. രാത്രി 10 മണിക്ക് ആരംഭിച്ച എഴുന്നള്ളത്ത് തെക്കേ ഗോപുരനടയിൽ എത്തിയ ശേഷം മാത്രമാണ് ഇക്കുറി ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകിയത്. 5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മുൻകാല എഴുന്നള്ളത്ത് ഭക്തജനങ്ങൾക്ക് പഴയ ഓർമ്മ മാത്രമായി. ഇത്തവണ 1 മണിക്കൂർ കൊണ്ട് എഴുന്നള്ളത്ത് പൂർത്തീകരിച്ച് 5 പ്രദക്ഷിണവും നടത്തി. വൈക്കത്തപ്പൻ്റെ തങ്കവിഗ്രഹം വെള്ളി ഋഷഭത്തിന് മുകളിൽ അണിയിച്ചൊരുക്കി അവകാശികളായ മൂസതുമാർ തണ്ടിൽ എഴുന്നള്ളിക്കുന്ന ചടങ്ങാണ് ഋഷഭവാഹനം എഴുന്നള്ളത്ത്. പാരമ്പര്യമായ ആചാരപ്പെരുമ നിലനിർത്തുന്ന ഈ ചടങ്ങിൽ 5 തരം വാദ്യങ്ങൾ ഉപയോഗിച്ച് 5 പ്രദക്ഷിണമാണ് പൂർത്തീകരിക്കുന്നത്. പാരമ്പര്യമായ ആചാരപ്പെരുമ നിലനിർത്തുന്ന ഈ ചടങ്ങിൽ 5 തരം വാദ്യങ്ങൾ ഉപയോഗിച്ച് 5 പ്രദക്ഷിണം വയ്ക്കുന്നത് വൈക്കം ക്ഷേത്രത്തിലെ മാത്രം ആചാരങ്ങളിലെ അപൂർവതയാണ്. മുൻകാലങ്ങളിൽ 8 തലയെടുപ്പുള്ള ആനകൾ അകമ്പടി സേവിച്ചിരുന്ന ഋഷഭവാഹന എഴുന്നള്ളത്ത് ഭക്തിയോടെ അനുസ്മരിക്കുന്ന ഒന്നായി മാറി. ന്യൂസ് ടീം, വൈക്കം വിഷൻ.